എജു പോർട്ട് സ്വാതി മിസ് ആണ്. നിങ്ങളില്ലേ മിസ്സിനെ ശ്രദ്ധിക്കുന്നതിന് മുൻപ് ഇപ്പം നോക്കിയിട്ടുണ്ടായിരിക്കുക ഈ ബാക്കിലുള്ള പിക്ചറിലേക്കായിരിക്കും അല്ലെ. പലരും ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ പിക്ചർ ആയിരിക്കും. നല്ല പിക്ചർ ആണല്ലോ, അടിപൊളിയാണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും. മിസ് ചോദിക്കുന്നത് എന്താണെന്നറിയാവോ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഏരിയ ഇതുപോലെ ഉണ്ടെങ്കിലോ, ഇതുപോലെ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയും അടിപൊളി സെറ്റപ്പ് ആയിട്ടൊന്നും അല്ല മിസ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മാത്രമായിട്ടുള്ള ഒരു കുഞ്ഞ് ഏരിയ. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളുടെ സ്റ്റഡി ഏരിയ ആണത് അല്ലേ. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബുക്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് ഫീൽ ചെയ്യണം? സമാധാനം, നല്ലൊരു ആശ്വാസം ഫീൽ ചെയ്യുന്നു. ആരുടെയും ശല്യമില്ല, വേറെ ഒരു ഒച്ചയും ബഹളങ്ങളും ഇല്ല. നല്ലൊരു സമാധാനത്തിലുള്ള ഒരു ഫീലില് പുറമേക്ക് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ലൊരു കാഴ്ചയൊക്കെ കാണാൻ പറ്റുന്ന ഒരു സമാധാന ഏരിയ. അങ്ങനത്തെ ഒരു ഏരിയ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുണ്ടോ? നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു സ്റ്റഡി ഏരിയ ഉണ്ട്? അതിനുവേണ്ടി എക്സ്ട്രാ ഒരു റൂമോ, ഫുൾ AC റൂമോ, ഫുൾ അടിപൊളിയായിട്ടുള്ള കുറെ ബുക്ക് ഷെൽഫോ കാര്യങ്ങളോ ഒന്നും അല്ല മിസ് പറയുന്നത്. നിങ്ങളുടെ റൂമിനകത്ത് നിങ്ങൾക്ക് ഒരു കുഞ്ഞ് സ്പേസ് എങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ഏരിയ നിങ്ങൾക്ക് ഉണ്ടോ? അങ്ങനെയുള്ളവരൊന്ന് കമന്റ് ചെയ്യണം. ആ മിസ്സേ എനിക്കുണ്ട്, ഞാൻ സ്റ്റഡി ഏരിയയിൽ തന്നെയാണ് പഠിക്കുന്നത്, ഞാൻ അങ്ങനത്തെ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളവർ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇനിയിപ്പോൾ അങ്ങനെ സ്റ്റഡി ഏരിയ ഒന്നും സെറ്റ് ചെയ്യാത്ത ആൾക്കാരുടെ കാര്യം മിസ് പറയട്ടെ. നിങ്ങൾ എങ്ങനെയായിരിക്കും പഠിക്കുന്നത്? ചിലപ്പോൾ വീട്ടിലെ ഹാളില് ഡൈനിങ് ഏരിയയിലായിരിക്കും, ഫുഡ് കഴിക്കുന്ന ടേബിളിന്റെ മേലെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ ബുക്സ് ഒക്കെ ഇങ്ങനെ പരത്തി വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ചെയറിൽ ഇരുന്നിട്ടായിരിക്കും ചിലപ്പോൾ പഠിക്കുന്നത്. എല്ലാവരും കയറി വരും, എല്ലാവരും സംസാരിക്കും. ആ കൊച്ചയും ബഹളമുള്ള ഒരു സ്ഥലത്ത് ഇരുന്നിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാരുടെയും ഫേവറേറ്റ് സ്പേസ് ആണ് പഠിക്കാൻ വേണ്ടിയിട്ട് ഏത്? നമ്മൾ കിടന്നുറങ്ങുന്ന ബെഡ് അല്ലേ. നിങ്ങൾ പലരും അങ്ങനത്തെ ആൾക്കാരുണ്ട്. ബെഡിലിരുന്ന് പഠിക്കുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കണേ. ബെഡിലാണ് ഇരുന്ന് പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കമന്റ് ചെയ്യണേ, മിസ് നോക്കട്ടെ. ഓക്കെ, ബെഡിലിരുന്ന് പഠിക്കുമ്പോൾ എന്താ പ്രശ്നം? നിങ്ങൾ കുറച്ച് നേരം നല്ലോണം പോലെ ബുക്ക് വെച്ചിട്ട് ഇരുന്ന് വായിക്കും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ബെഡിന്റെ മേളിൽ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് വായിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും? ചരിഞ്ഞ് കിടക്കാൻ വേണ്ടി തുടങ്ങും. പിന്നെ പറയണ്ടല്ലോ, പുസ്തകം ക്ലോസ്, നിങ്ങൾ കിടന്നുറങ്ങുകയാണ് ചെയ്യാറ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ബെഡിൽ ഇരിക്കരുത്. നമ്മുടെ മൂഡ് ആകെ എന്ത് ചെയ്യും? തല കീഴായിട്ട് ബെഡ് അങ്ങ് മറച്ചു തരും. നമുക്ക് ഉറങ്ങാനുള്ള ആ ഒരു മൂഡിലേക്ക് നമ്മൾ പോകും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണല്ലോ. സോ എന്ത് നിങ്ങൾ ചെയ്യണം? നമ്മുടെ അടുത്ത എക്സാം ഡിസംബർ എത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? അതിനു മുൻപ് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു സ്റ്റഡി ഏരിയ. മക്കളെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും പഠിച്ചോ, ഏത് ടോപ്പിക് വേണമെങ്കിലും പഠിച്ചോ, അതിനേക്കാളും എല്ലാം മുൻപ് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ആ ഒരു സ്പേസ് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് അങ്ങനെ ഒരു സ്പേസ് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഇല്ലാത്തവർ, ഇതുവരെ അങ്ങനെ ഒരു സ്ഥലം സെറ്റ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി, ഒന്ന് അങ്ങനെ അവിടെ ഇരുന്ന് ഒന്ന് പഠിക്കാൻ വേണ്ടി നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റൂടാ. മിസ് സീരിയസ്ലി മിസ് പറയാണ്, നിങ്ങൾക്ക് തന്നെ ആ മാറ്റം മനസ്സിലാക്കാൻ പറ്റും, എത്രത്തോളം നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം. വെറുതെ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടെ? പരീക്ഷിച്ച് നോക്കാലോ, ശരിയാണോ മിസ് പറയുന്നത് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ഒരു സ്റ്റഡി ഏരിയ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് നോക്കാലോ എങ്ങനെ ഉണ്ട് എന്ന്. സോ എന്ത് ചെയ്യണം? നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ റൂമിലിടാ ഒരു കുഞ്ഞ് സ്പേസ് മതി. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് നോക്ക്. സ്റ്റഡി ഏരിയ ആണ്. നിങ്ങൾ പഠിക്കുന്ന ബുക്സ്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ബുക്സ്, നിങ്ങൾ എഴുതി വെച്ച പേപ്പേഴ്സ് എല്ലാം ഒന്ന് ഒതുക്കി വെച്ച്, അതായത് അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ എന്ത് തോന്നണം? നല്ല ആശ്വാസം, നല്ലൊരു സമാധാനം ഫീൽ ചെയ്യുന്നു. ആരുടെയും ശല്യമില്ല. ആ ഒരു ഫീല് വേണം നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? അപ്പം ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ആദ്യത്തത് എന്താണ്? നിങ്ങളുടെ സ്റ്റഡി ഏരിയയാണ്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഏത് സബ്ജക്റ്റ് പഠിക്കുന്നു, എന്ത് ടോപ്പിക് പഠിക്കുന്നു എന്നുള്ള കാര്യം. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരികയാണ്, നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരികയാണ്. അപ്പൊ എന്താണ്? നമ്മുടെ എജു പോർട്ടിന്റെ പ്രീ ബൂസ്റ്റർ ബാച്ച് നിങ്ങളുടെ കൂടെ ഉണ്ട്. നോ വറീസ് അല്ലെ. നിങ്ങളുടെ കൂടെ തന്നെ നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ച്, അതായത് നമ്മൾ ഡിസംബർ കഴിയുന്നതിന് മുൻപ് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്യും. ദെൻ ജാനുവരിയിൽ നമ്മൾ എന്ത് തുടങ്ങും? റിവിഷൻ ആണ്. ജാനുവരി ടു മാർച്ച് വരെ നമ്മൾ റിവിഷൻ ആണ് പോകുന്നത്. പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കണ്ടേ? പ്രീ ബൂസ്റ്റർ ബാച്ച് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ അതിനൊപ്പം എന്ത് ചെയ്യുക? ബെഡിൽ ഇരുന്നിട്ടല്ല, നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു അടിപൊളി ഒരു സ്റ്റഡി ഏരിയ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് പ്രീ ബൂസ്റ്റർ ബാച്ചിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? അടിപൊളിയായിട്ട് ക്രിസ്മസ് എക്സാമും നമുക്ക് അങ്ങോട്ട് ക്രാക്ക് ചെയ്യാം.
റെഡി അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ മിസ് പറഞ്ഞതുപോലെ നിങ്ങൾ നല്ലതാക്കി അടിപൊളിയാക്കി നിങ്ങളുടെ റൂമിൽ തന്നെ ഒരു കുഞ്ഞു സ്പേസ്, ഒരു കുഞ്ഞു ടേബിള്, ഒരു കുഞ്ഞു ചെയർ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയേ. സെറ്റ് അല്ലേ? റെഡി അല്ലേ? യെസ് മക്കളെ, താങ്ക് യു.